ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങൾ സന്ദർശിച്ച ബി.ജെ.പി നേതാക്കൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തി. ഈസ്റ്റർ സമ്മാനങ്ങളുമായാണ് കേന്ദ്രമന്ത്രി എത്തിയത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർ ജോർജ് ആലഞ്ചേരിയെയും സന്ദർശിച്ചു. മുനമ്പത്ത് സൗഹാർദ്ദാന്തരീക്ഷത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് പൈശാചിക പ്രവൃത്തിയെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. വഖഫ് നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഉപകാരപ്പെടുമെന്ന് മാർ ജോർജ് ആലഞ്ചേരിയും പ്രതികരിച്ചു. മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം, ഇവിടെ എന്തുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട്. എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുകയാണ്. ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അവർക്ക് പ്രത്യാശ ഉണ്ടാവണം, അവർക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ശാന്തത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. ആ മുനമ്പം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നിയമത്തിൻ്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്നുള്ളതാണ് രണ്ട് സർക്കാരുകളും പറയുന്ന ഒരു കാര്യം. ആ ബില്ല് ഇവർ ഈ ബില്ലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇന്ത്യ അലയൻസിൻ്റെ പാർട്ടികൾ അവരെല്ലാം ആ ബില്ലെല്ലാം സുപ്രീം കോർട്ടിൽ നിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ മുനമ്പം ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എനിക്ക് തന്ന ഉറപ്പും എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച് അതിന്ന് മനസ്സിലായത് ഇതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, ഇന്ന് ദേവാലയ സന്ദർശനങ്ങളാണ് ഈസ്റ്റർ ദിനത്തിൽ ബി.ജെ.പി പദ്ധതിയിടുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ബി.ജെ.പി അധ്യക്ഷനും ഒപ്പം കേന്ദ്രമന്ത്രിയും വിവിധ സഭാധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചകളടക്കം നടത്തിയിരിക്കുകയാണ്. ഈസ്റ്റർ ദിനത്തിലെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ എന്താണ് റിനു? സുജയ, സാധാരണ പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായി എല്ലാ ദേവാലയങ്ങളിലും അല്ലെങ്കിൽ ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാരുടെ സഭാ കേന്ദ്രങ്ങളിലും ബി.ജെ.പിയുടെ നേതാക്കൾ എത്താറുണ്ട്, ഒരു സ്നേഹയാത്ര സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു സ്നേഹയാത്ര ഇല്ലായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തും തൃശ്ശൂരിലടക്കം ബി.ജെ.പിയുടെ നേതാക്കൾ സഭാ മേലധ്യക്ഷന്മാരെ കണ്ട് ഈസ്റ്റർ ദിന സന്ദേശം കൈമാറുകയും ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കർദിനാൾ ആലഞ്ചേരിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്തു, ചില കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും എല്ലായിടത്തും മുനമ്പവും ആശാസമരവും എല്ലാം തന്നെ ചർച്ചയായി എന്നുള്ളതാണ്. ആലഞ്ചേരി പിതാവ് പറഞ്ഞത് മുനമ്പം വിഷയം ജനങ്ങൾക്ക് വേണ്ടി അത് പരിഹരിക്കപ്പെടും, അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത്. രാജീവ് ചന്ദ്രശേഖരും ഇത്തരം ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ള ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിലാണ് സന്ദർശനം നടത്തിയത് എന്നുള്ളതാണ്. തൃശ്ശൂരിൽ എത്തി ഈസ്റ്റർ ആശംസകൾ നേർന്നു. CBCI അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തും വൈദികരും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. ഈസ്റ്റർ സമ്മാനങ്ങളുമായാണ് കേന്ദ്രമന്ത്രി തൃശ്ശൂരിലെത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ആശാ വർക്കർമാരുടെ സമരം കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് പരിഹരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ആശാ വർക്കർമാർ വീട്ടമ്മമാരാണ്. 100 രൂപയെങ്കിലും കൂട്ടിക്കിട്ടുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിൻ്റെ നടപടി പുനഃപരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മുനമ്പം വിഷയത്തിലും കൃത്യമായി തന്നെ സർക്കാർ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും ഈ സഭാ മേലധ്യക്ഷന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സുജ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.